നമ്മുടെ കെജ്രിവാളിനെ കുറിച്ച് ഞെട്ടിക്കുന്ന പുതിയ പുതിയ വിവരങ്ങളാണല്ലോ ഓരോ ദിവസവും വരുന്നത്. ഇപ്പോൾ ഡൽഹി സ്ഫോടന കേസിലെ പ്രതി ജയിലിൽ കഴിയുന്ന ബുള്ളയെ താൻ അധികാരത്തിൽ വന്നാൽ 5 ദിവസത്തിനകം വിട്ടയക്കാമെന്ന് പറഞ്ഞ് ഖലിസ്ഥാൻ വിഘടനവാദികളിൽ നിന്ന് 134 കോടി രൂപ വാങ്ങിയെന്ന് അതിൻ്റെ നേതാവായ ഗുർപന്ത് സിംഗ് പന്നു തന്നെ പറഞ്ഞിരിക്കുന്നു. ഇയാളൊരു വട്ടനാണ്, ഗുർപത്വന്ത് സിംഗ് പന്നു. അയാൾ 6 ഫോർ ജസ്റ്റിസ് എന്ന് പറഞ്ഞ് കാനഡയിലിരുന്ന് വീഡിയോയിലൂടെ ആൾക്കാരെ പേടിപ്പിക്കും. ഇയാളുടെ കൂടെ 10 സിഖുകാരില്ല തികച്ച്. ഇതിങ്ങനെ പേടിപ്പിച്ച് വീഡിയോ ചെയ്ത് കഴിഞ്ഞ വർഷം അയാൾ വീഡിയോ ചെയ്തു. നവംബർ 21 എന്നൊരു തീയതി ഉണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ അറിവോടെ ഞാൻ പറയുകയാണ്, എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ ആ ദിവസം കയറരുത്. എയർ ഇന്ത്യ ഫ്ലൈറ്റുകൾ എവിടെ വെച്ചും പൊട്ടിത്തെറിക്കും, ബോംബ് വയ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ വലിയ പരസ്യം ചെയ്തു. എയർ ഇന്ത്യ മൈൻഡ് ചെയ്തില്ല. ഈ പോടാ പുല്ലെന്ന് എയർ ഇന്ത്യ അന്ന് എല്ലാ സ്ഥലത്തും പറഞ്ഞു. ഇയാൾ കാനഡയിലല്ലോ ഒരു ബോംബ് കാനഡയിലും അമേരിക്കയിലും 2 സ്ഥലത്തെയും സിറ്റിസണാണ് അയാൾ. അമേരിക്കൻ സിറ്റിസണാണ്, കനേഡിയൻ സിറ്റിസണാണ്. ഇതിനിടയ്ക്ക് നമ്മുടെ അജ്ഞാതൻ നടന്ന് വെടിവെക്കുന്നുണ്ടല്ലോ യുവന്മാരെ. അജ്ഞാതൻ ഒരറ്റംപ്റ്റ് എന്തോ പന്നുവിനെ കൊല്ലാനായിട്ട് നോക്കിയെന്നോ ഗൂഢാലോചന ചെയ്തു എന്നൊക്കെ പറഞ്ഞൊരു ബഹളം വന്നു. അതോടെ അമേരിക്കൻ സർക്കാർ പന്നുവിന് സെക്യൂരിറ്റി കൊടുത്തു. അപ്പോൾ ഒരു 10-12 കോട്ടും ടൈയൊക്കെ ഇട്ട കട്ടയാന്മാരുടെ നടുക്കൂടെ പന്നു പഞ്ചാബിയാണ്, നല്ല ഹൈറ്റൊക്കെ ഉണ്ട് പന്നു. അങ്ങനെ സ്ലോ മോഷനിൽ പന്നു ഇങ്ങനെ നടക്കുന്ന സീനൊക്കെ വന്നു. അങ്ങനെ പന്നുവിനെ അമേരിക്ക ഹീറോ ആക്കി. കാനഡ നേരത്തെ തന്നെ ഹീറോ ആക്കി. ഇന്ത്യ മാത്രം പന്നുവിനെ മൈൻഡ് ചെയ്തില്ല. നമ്മുടെ ഡോക്ടർ ജയശങ്കറോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ വിച്ച് പന്നു, വാട്ട് ഈസ് ദാറ്റ്, വളരെ പുച്ഛഭാഗത്തിൽ പോകാൻ പറയാം, വെറുതെ ഒരു വീഡിയോ ചെയ്തിടുക. ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവക്കാരനാണ് പന്നു. അതുകൊണ്ട് പന്നു പറയുന്നതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം നമുക്ക് കേജ്രിവാൾ കുഴപ്പത്തിലായതുകൊണ്ട് അതിനനുകൂലമായ ഒരു വീഡിയോ പന്നു ചെയ്തതുകൊണ്ട് പന്നുവിന് വിശ്വാസം വരുന്നത് ഒരു നല്ല കാര്യമാണ്. പ്രയോഗിച്ചതായിരിക്കും. ഈ നമുക്ക് അനുകൂലമായ ഒരു വീഡിയോ ഒരാൾ ചെയ്യുമ്പോൾ അത് കൊള്ളാം, അത് സത്യമാണ്. പന്നു കൊള്ളാമെന്നല്ല, പറഞ്ഞത് സത്യമാണ്. പന്നു തല്ലിപ്പൊളിയാണ്, പക്ഷെ പറഞ്ഞത് സത്യമാണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ പറയും പന്നു അല്ലെങ്കിൽ തന്നെ തല്ലിപ്പൊളി, അവൻ പറഞ്ഞു എങ്ങനെ വിശ്വസിക്കും എന്ന് ചോദിക്കും. ഞാനതിന് തയ്യാറല്ല. പന്നു ഇതുപോലത്തെ ഒരുപാട് ഗുണ്ടുകളൊക്കെ അടിക്കുന്നതാണ്. ബട്ട് ഇയാൾ പറഞ്ഞ സാഹചര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ശരിയാവാനും ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ വേറൊരു കത്ത് കൂടെ പുറത്തു വന്നു. കേജ്രിവാളിൻ്റെ അധികാരത്തിൽ വന്നപ്പോൾ ഈ ഭുല്ലറെ ജയിലിൽ നിന്ന് വിടണമെന്ന് പറഞ്ഞിട്ട് ഒരാൾ നിരാഹാര സത്യാഗ്രഹം കിടപ്പുണ്ടായിരുന്നു, ഒരു സന്യാസി സിഖുകാരൻ. ഇയാൾക്ക് കേജ്രിവാൾ ഒരു കത്തയച്ചു. നിങ്ങളിങ്ങനെ നിരാഹാരത്തിലാണെന്ന് ഞാൻ അറിഞ്ഞു, ഞാനതിന് വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്, പോകാൻ പോകുന്നുണ്ട്, വരാൻ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കത്ത്. ഈ പുറത്തു വന്ന കത്തിലും കേജ്രിവാളിൻ്റെ ഒപ്പില്ല. ഒപ്പില്ലാത്തൊരു കത്ത് എത്ര കണ്ട് വിശ്വസിക്കാം? കൺവീനിയൻ്റ് ആയതുകൊണ്ട് അത് വിശ്വസിക്കാനും ഇൻകൺവീനിയൻ്റ് ആകുമ്പോൾ തള്ളിക്കളയാനും അങ്ങനെ ഒരു പരിപാടി എനിക്കില്ല. ആ കത്തിനും വിശ്വാസ്യതയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഭുല്ലർ സംശയകരമായ ഭുല്ലർ സംശയകരമായ സാഹചര്യത്തിലാണ് ജയിലിൽ നിന്ന് ഇറങ്ങുന്നത്. അതിപ്പോൾ ഞാൻ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ് കേട്ടോ, ചിലപ്പോൾ എന്തെങ്കിലും ഫാക്ച്വൽ മിസ്റ്റേക്ക് ഉണ്ടാകും. ഈ രാജീവ് ഗാന്ധി കൊലക്കേസിലെ 4 പേരെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. അവരെ തൂക്കിക്കൊന്നില്ല. പ്രസിഡൻറ്റിന് ദയാഹർജി കൊടുത്തു. ദയാഹർജിയിൽ തീർപ്പാക്കാതെ നമ്മളുടെ പ്രതിഭാ പാട്ടീൽ അതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. ഒന്നുകിൽ തള്ളിക്കളയണം അല്ലെങ്കിൽ അംഗീകരിക്കുന്നത്, രണ്ടും ചെയ്യാതെ വെച്ചുകൊണ്ടിരുന്നു. അവിടെയാണ് കോൺഗ്രസിൻ്റെ കളി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കളി, ഈ ഇന്ത്യയും മുന്നണിയുടെ കളി എന്ന് തന്നെ പറയണം. ഗാന്ധിവധം ഗോഡ്സെ RSS ഇത് കേൾക്കാത്ത ദിവസമുണ്ടോ? ഇല്ല. രാജീവ് ഗാന്ധി വധം എന്താ ചർച്ചയ്ക്ക് വരാത്തത്? രാജീവ് ഗാന്ധിയെ കൊന്ന ആൾക്കാരെ എന്തുകൊണ്ട് തൂക്കിക്കൊന്നില്ല? അതിലേതെങ്കിലും കോൺഗ്രസ്സുകാരന് വിഷമമുള്ളതായിട്ട് കണ്ടിട്ടുണ്ടോ? അതിൽപ്പെട്ട പ്രതി നളിനിക്ക് മാപ്പ് കൊടുക്കണമെന്ന് സോണിയാഗാന്ധി കത്തയക്കുന്നു. പ്രിയങ്ക ഗാന്ധി ജയിലിൽ പോയി അവരെ കാണും. നളിനി ഗർഭിണിയാണ്. വാട്ട് നോൺസെൻസ്. ഇന്ദിരാഗാന്ധിയെ കൊന്നവരെ 2 പേരെ, സത്വന്ത് സിംഗ്, ബേഗം സിംഗ് തൂക്കിക്കൊന്നു. രാഹുൽ ഗാന്ധി വന്നു കഴിഞ്ഞപ്പോൾ മൊത്തം കോൺഗ്രസ് തിരിഞ്ഞ് പ്രതികളൊപ്പമായി.
രാജീവ് ഗാന്ധിയെ ഉപേക്ഷിച്ചു, ആരെയും തൂക്കിക്കൊന്നില്ല. 11 വർഷം കഴിഞ്ഞപ്പോൾ ഇവർ സുപ്രീം കോടതിയിൽ ഹർജി മൂവ് ചെയ്തു. ഈ 4 പേര് ഞങ്ങൾ ഇനി തൂക്കിക്കൊല്ലരുത്, ഞങ്ങൾ ഈ 26-28 വർഷമായി ജയിലിൽ കിടക്കുന്നു, 11 വർഷമായി ഞങ്ങളുടെ ഇത് പെൻഡിങ്ങിലിരിക്കുന്നു ദയാഹർജി, ഇനിയിപ്പോൾ ഞങ്ങളെ തൂക്കിക്കൊല്ലരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഹർജി. സുപ്രീം കോടതി ഇത് കേൾക്കാനിരിക്കുന്ന പോലെ വാദിക്കുന്നു, വിധിക്കുന്നു. അവരുടെ തൂക്കുശിക്ഷ ഇളവ് ചെയ്ത് അവരെ തമിഴ്നാട് ജയിലിൽ കൊണ്ടുവരുന്നു. തമിഴ്നാട് അതിനെ അവരെ തുറന്നു വിടാൻ, അപ്പോഴത്തേക്കത് വിവാദമാകുന്നു. അപ്പോൾ കേന്ദ്രം അതിന് അനുമതി കൊടുക്കുന്നില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എനിവേ പിന്നീട് അവരെ തുറന്നു വിട്ടു. അതിലൊരാളാണ് ശാന്തൻ. ഇപ്പോൾ ശ്രീലങ്കയിലേക്ക് തിരിച്ചയക്കാനായിട്ട് തമിഴ്നാട്ടിലെ ഡിറ്റൻഷൻ സെൻറ്ററിൽ, നമ്മുടെ സ്റ്റാലിൻ പറഞ്ഞില്ലേ ഞങ്ങളിത് നടപ്പാക്കില്ല, അത് നടപ്പാക്കും. ശാന്തനെ തിരിച്ചുവിടാനായിട്ട് ഡിറ്റൻഷൻ സെൻറ്ററിൽ നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ. ഈ കേസ് നടക്കുന്നതിനിടയ്ക്ക് ഇവരെ വെറുതെ വിടുന്നു. അതിന് സുപ്രീം കോടതി ന്യായം എന്താണെന്നറിയാമോ? ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു സംസ്കൃത ശ്ലോകമാണ് ന്യായം. ചിതചിന്താ ദ്വയോർ മധ്യേ ചിന്താതത്ര ഗരീയസി. ചിതയും ചിന്തയും, ഈ 2 കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ചിന്തയ്ക്കാണ് പ്രാമുഖ്യം, ഗൗരവം. ചിന്താതത്ര ഗരീയസി. ചിതാദഹതി നിർജീവം, ചിന്താദഹതി സജീവകം. ചിതയിൽ നിർജീവമായിട്ട് ദഹിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്, ചിന്തയിൽ ജീവനോട് ദഹിക്കുകയാണ്. അപ്പോൾ തൻ്റെ ദയാഹർജി സ്വീകരിക്കുമോ തള്ളിക്കളയുമോ, ഈ ചിന്തയിൽ എത്ര വർഷമായി നീറുന്നു. ഇതിലും ഭേദം മരിച്ച അയാളെ ചിതയിൽ വയ്ക്കുന്നതാണ്. ഇതാണ് സംസ്കൃത ശ്ലോകം. ഈ സംസ്കൃത ശ്ലോകം കയറി സുപ്രീം കോടതി പിടിക്കുന്നു. അതുകൂടാതെ ഹിന്ദിയിൽ അവർ ഒരു കുത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ചിതയും ചിന്തയും തമ്മിൽ. ഹിന്ദിയിൽ എഴുതുമ്പോൾ ചിത എന്ന് എഴുതും, ചിതയ്ക്കൊരു ചെറിയ കുത്തിയിട്ട ചിന്തയായി. ഇങ്ങനെയും ആ ശ്ലോകം ചിലർ പറയാറുണ്ട്. ഇത് രണ്ടും സുപ്രീം കോടതി പല വിധികളിൽ ഈ ശ്ലോകം ഉദ്ധരിക്കുന്നുണ്ട്. അവർക്ക് ആവശ്യമുള്ളപ്പോൾ സംസ്കൃത ശ്ലോകം വളരെ പവിത്രമാണ്, അതല്ലാത്തപ്പോൾ അത് പിന്തിരിപ്പനും മനുഷ്യർ സംസാരിക്കാത്തതും വൃത്തികെട്ടതുമായ ഭാഷയാണ്. ഏതായാലും ഈ ശ്ലോകത്തെ ആശ്രയിച്ച് ദ ഹോൾ ജഡ്ജ്മെൻറ്റ് ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ വൺ സാൻസ്ക്രിറ്റ് ശ്ലോക. നോക്കണം, പഴയ കാർന്നവന്മാർ എഴുതി വെച്ചത് എടുത്തിട്ടാണ് സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് കൊടുത്തത്. ഈ കേസിലാണ് റാം ജേഠ്മലാനി, ഈ ദേവേന്ദ്രപാൽ സിംഗ് ബുലർ, ഇവൻ്റെ ഹർജിയും കൂടെ ഇതിൽ പരിഗണിക്കണം എന്ന് പറയുന്നു. അവന് ഭ്രാന്തായിരുന്നു, പിന്നെ ചികിത്സിച്ചു, ഭ്രാന്ത് ഇപ്പം മാറി, ഇപ്പം ഇതാണ് ഇപ്പോൾ ജേഠ്മലാനി വാദിക്കുന്നത് വലിയൊരു ഷോയാണ്, വെറും ഡോക്യുമെൻ്റ് സംഗതിയൊന്നുമില്ല. ഒരു വലിയ കെട്ടുകാഴ്ചയാണ് ജേഠ്മലാനിയുടെ വാദം. അദ്ദേഹത്തിൻ്റെ ശബ്ദം കോടതികൾ വിറയ്ക്കും, ഭിത്തി വിറയ്ക്കുന്ന ജാതി ശബ്ദമാണ്, അത്രയ്ക്ക് പഞ്ചിങ് വോയിസൊക്കെയാണ്. അപ്പോൾ സുപ്രീം കോടതി ആ കേസും കൂടെ ഇതിൻ്റെ കൂടെ കൂട്ടിക്കെട്ടിയിട്ട് ബുല്ലറേയും വിടാൻ പറയും. അങ്ങനെയാണ് ബുല്ലർ ഇറങ്ങിപ്പോകുന്നത്. ഇതിൽ കേജ്രിവാൾ, ദിസ് വാസ് ഇൻ 2014. ഇതിൽ കേജ്രിവാളിന് എത്ര കണ്ട് പങ്കുണ്ട് എന്ന് എനിക്കറിഞ്ഞുകൂടാ. കേജ്രിവാൾ ഞാൻ പറഞ്ഞില്ലേ, ഹീ ഈസ് ദ കിങ് പിൻ ഓഫ് ഓൾ ദീസ് നെറേറ്റീവ്സ് എവറിത്തിങ്. ബട്ട് വെറും ഒരു ഈ സംശയം, സാഹചര്യം, ഇതൊക്കെ വെച്ചിട്ട് കേജ്രിവാളിന് പങ്കുണ്ട് എന്ന് പറയാൻ ഞാൻ തയ്യാറില്ല. ബട്ട് കേജ്രിവാൾ മൈറ്റ് ഹാവ് റിസീവ്ഡ് മണി ഫ്രം കാനഡ. അതെ. ആൻഡ് 6. കാരണം ഈ കർഷക സമരമാണ് അതിൻ്റെ സംഗതി. കർഷകർ കഴിഞ്ഞതുകൊണ്ടാണ് ഡൽഹി കയ്യേറിയപ്പോൾ കേജ്രിവാൾ കർഷകരുടെ കൂടെയായിരുന്നു. ഇത്തവണ കർഷകരെ ഹരിയാന ബോർഡറിലിട്ട് തടഞ്ഞപ്പോൾ പഞ്ചാബിൽ കർഷകരെ സഹായിച്ചതാരാ? അവിടുത്തെ മുഖ്യമന്ത്രി മാനാണ്, ആപ്പിൻ്റെ മാനാണ്. അവർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുക, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക, ഇതെല്ലാം ചെയ്തത് ആപ്പാണ്. സോ ദേ ഹാവ് റിസീവ്ഡ് മണി. എനിക്ക് ഈ ലോജിക്ക് പിന്നെയും പിടിക്കും. പന്നു എന്ന് പറയുന്ന ഊളനുമായിട്ട്, തല്ലിപ്പൊളിയുമായിട്ട് ഇത് ചെയ്യുക, അവനിത് വിളിച്ചു പറയുന്നു കേജ്രിവാളിനും അറിയാം. അവൻ തല്ലിപ്പൊളിയാണ്, അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നറിയാം. ബട്ട് ആ സമയത്ത് ഒരുപക്ഷെ വാങ്ങിയോ എന്നും അറിയാമില്ല. ഈ 2 പേരും ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ട രാജ്യദ്രോഹികളാണ്. കേജ്രിവാളാണെങ്കിലും ശരി, പന്നുവാണെങ്കിലും ശരി. കേജ്രിവാളിൽ ഒരു എഡ്യൂക്കേറ്റഡ് പന്നുവാണ് കേജ്രിവാൾ, മറ്റവൻ അൺഎഡ്യൂക്കേറ്റഡും കൂടെയാണ്. പക്ഷേ ടി ജി, ഇത് ഒരു പാർട്ടി, ആപ്പെന്ന് പറഞ്ഞ പാർട്ടി വളരെ പെട്ടെന്നുണ്ടായി. ഒരു 6 മാസം കൊണ്ട് ഡൽഹി ഭരണം പിടിക്കുന്നു, പിന്നെ പഞ്ചാബ് പിടിക്കുന്നു, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും MP-മാരും MLA-മാരും ഉണ്ടാകുന്നു. അപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയ നഭസിൽ ഇത്ര പെട്ടെന്നൊരു പൊളിറ്റിക്കൽ പാർട്ടി എമോർജ് ചെയ്ത് വന്നിട്ടില്ല. ഇതിനൊക്കെ പണം വേണ്ടേ? ഈ പണം എവിടെ നിന്നായിരിക്കും വന്നിരിക്കുക?
അല്ല, അവർ ആദ്യം കേജ്രിവാൾ പറഞ്ഞത് ക്രൗഡ് ഫണ്ടിങ് ആണ്. 1 കോടി രൂപയാണ് പ്രശാന്ത് ഭൂഷൺ സംഭാവന കൊടുത്തത്. ഈ വക്കീൽ പ്രശാന്ത് ഭൂഷൺ 1 കോടി രൂപ സംഭാവന കൊടുത്തിട്ട് തുടങ്ങി ഫണ്ട് കളക്ഷൻ. ആദ്യം ഇദ്ദേഹം ആപ്പിൻ്റെ കൂടെയായിരുന്നു. പിന്നെ ആപ്പിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു പ്രശാന്ത് ഭൂഷണെ പുറത്താക്കി മറ്റേ യോഗേന്ദ്ര യാദവ്, യോയോ എന്നറിയപ്പെടുന്ന യോഗേന്ദ്ര, വലിയ ബുദ്ധിജീവി, മറ്റേ ഷോളൊക്കെ കഴുത്തിൽ ചുറ്റിയിട്ട് വലിയ വാചകമൊക്കെ അടിക്കുന്ന ആൾ, ഇയാളെ പുറത്താക്കി. ആ കവി ഉണ്ടായിരുന്ന അയാളുടെ പേര് ഞാൻ മറന്നുപോയി, അയാളെ പുറത്താക്കി. ഇങ്ങനെ മാന്യന്മാരെ എല്ലാം പുറത്താക്കി. മാന്യന്മാരെന്ന് പറയാൻ അല്ല, ഇവരുടെ ഫ്രീക്വൻസിയിൽ അല്ലാത്ത അലമ്പ് കാണിക്കുന്നത് അലമ്പന്മാരാണ്. പക്ഷേ അവിടെ ഒരു ഫ്രീക്വൻസി മിസ്മാച്ച് വരുമല്ല, അതിനെയൊക്കെ കളഞ്ഞിട്ട് സമ്പൂർണ്ണമായിട്ട് കേജ്രിവാളിൻ്റെ പിടിയിൽ ആപ്പ് വന്നു. അയാൾ പറഞ്ഞാൽ കേജ്രിവാളിന് എതിർശബ്ദം ഇല്ലാതെയാക്കുക. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവർ പിന്നെ യുദ്ധത്തിനൊന്നും പോയില്ല. കാരണം ഇവർക്ക് പൊതുജന പിന്തുണയില്ല. പ്രശാന്ത് ഭൂഷൺ PIL വഴി മൊത്തം ഭാരതം പിടിച്ചടക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ആളാണ്. പക്ഷേ ആളൊറ്റയ്ക്കേ ഉള്ളൂ. പ്രശാന്ത് ഭൂഷൻ്റെ ഓഫീസിൽ കയറിയിട്ട് ഒരാൾ തല്ലി. കാശ്മീർ തീവ്രവാദികളെ ന്യായീകരിച്ച് സുപ്രീം കോടതിയിൽ വാദിച്ചു എന്നുള്ളതാണ് പ്രശാന്ത് ഭൂഷൻ്റെ കുറ്റം. ഇയാളുടെ ഓഫീസിൽ കയറിയിട്ട് കസേരയിൽ ഇരിക്കുന്ന പ്രശാന്ത് ഭൂഷണെ ഒരുത്തൻ കാരണത്തിൽ 2 പിട വെച്ച് കൊടുത്തു. പ്രശാന്ത് ഭൂഷൺ കസേരയിൽ നിന്ന് താഴെ വീണു. മറ്റുള്ളവർ കൂടിയിട്ട് ഇവനെ പിടിച്ചു മാറ്റി. പ്രശാന്ത് ഭൂഷണ് പബ്ലിക് സപ്പോർട്ട് ഒട്ടുമില്ല. ഇറങ്ങി നടന്ന തല്ലി മേടിക്കും. ഇതാണ് പ്രശാന്ത് ഭൂഷൻ്റെ കയ്യിലിരിപ്പ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് പാർട്ടിയെ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കിയവനാണ് കേജ്രിവാൾ. അറേഞ്ച്ഡ് ഡ്രാമ ചെയ്യുക. മാക്സസെ അവാർഡ് നോക്കിയാൽ മതി സുനിൽ. ആർക്കൊക്കെ മാക്സസെ അവാർഡ് കൊടുത്തോ ഇവരെല്ലാം മിക്കവാറും ഇതിൻ്റെ പാർട്ടായിരിക്കും, ഈ നരേറ്റീവിൻ്റെ പാർട്ടായിരിക്കും. ഇന്ത്യ വിരുദ്ധ പ്രവൃത്തികളുടെ കൂടാരം. അങ്ങനെയുള്ളവരെ നോക്കിയിട്ടാണ് മാക്സസെ അവാർഡ് കൊടുക്കുന്നത്. കേജ്രിവാളിന് കൊടുത്തു, അവൻ ആ നരേറ്റീവിലായി. പണം വേണ്ടേ? ആ പണം വേണം. പണം ഇഷ്ടം പോലെ ഒഴുക്കും. അതാണ് ഈ പണം എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട ഒരു സോഴ്സ്. NGOകൾ വഴി പണം വരുന്നു. ഇപ്പോൾ NGOകൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ കണക്ക് ചോദിക്കാൻ തുടങ്ങി അമിത്ഷാ. നിങ്ങൾ ഇൻകം ടാക്സ് അടച്ചോ? നിങ്ങൾ ഏത് കാര്യത്തിനാണ് ഈ പണം കൊണ്ടുവന്നത്? ആ കാര്യത്തിനാണോ വിനിയോഗിച്ചത്? നമ്മളുടെ KP യോഹന്നാൻ ടീമില്ലേ, ബിലീവേഴ്സ് ചർച്ച്, അവർ പണം വാങ്ങിച്ചിട്ട് അവർ കണക്ക് കൊടുത്തത് ജാർഖണ്ഡിൽ 110 കുഴൽക്കിണർ കുഴിച്ചു. കേരളത്തിലെ ബിലീവേഴ്സ് ചർച്ചിന് ജാർഖണ്ഡിൽ കുഴൽക്കിണർ കുഴിക്കേണ്ട കാര്യമില്ല. ഒന്നാമത് ഈ കുഴൽക്കിണറിൻ്റെ പ്രത്യേകത, ഇത് ഭൂമിക്കടിയിലാണല്ലോ. ഈ ഒരു സാധനം ഒരു ലിവറും വെച്ച് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലേക്ക് സംഗതി ഉണ്ടോ ഇല്ലെന്ന് ആർക്കറിയാം. ഇത് കുഴിച്ചു നോക്കാൻ പറ്റും. ആർക്ക് ഇതിന് കാശ് ചിലവില്ലേ കുഴിച്ചു നോക്കാൻ, അല്ലെങ്കിൽ വലിച്ചൂരിയെടുക്കാൻ. അപ്പോൾ ഇതൊക്കെയാണ് പരിപാടി. ഇത് കൊണ്ടുപോയിട്ട് അവിടെ ഫിറ്റ് ചെയ്യും. എല്ലാം കൂടെ ചേർത്തൊരു 150 രൂപ ചിലവാക്കിയിട്ട് അതിൻ്റെ പേരിൽ 1500 കോടി രൂപയാണ് അവിടെ നിന്ന് വരുന്നത്. അങ്ങനെയാണ് യോഹന്നാനൊക്കെ പിടിയിലാകുന്ന റെയ്ഡ് നടത്തുക, 6000 കോടി രൂപ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്ത സംഭവം ഉണ്ടാകുന്നത്. ഈ NGOമാരിങ്ങനെ NGO അക്കൗണ്ടുകളിൽ തടസ്സം വന്നു കഴിഞ്ഞപ്പോൾ രസം എന്താണെന്ന് അറിയാം, ആംനസ്റ്റി ഇൻ്റർനാഷണൽ അവർ ഇന്ത്യയിലില്ല, ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണല്ലോ. സ്ഥലം കാരണം കണക്ക് ചോദിച്ചു. ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ കണക്ക് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അപ്രത്യക്ഷമായി. ഇന്ത്യയിൽ പ്രവർത്തനം അവർ നിർത്തി. ഇന്ത്യ ജനാധിപത്യം ഇല്ല, ഞങ്ങൾ പോവുകയാണെന്ന് കണക്ക് ചോദിക്കുന്നത് ഒരു സ്ത്രീയെ പിടിച്ചു വെച്ചു. ജനാധിപത്യം ഇല്ല, കാര്യമൊക്കെ ശരിയാണ്, നിങ്ങൾ ഇന്ന കുറ്റം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പോകാൻ പറ്റില്ല എന്ന് അവരെ പിടിച്ചു വെച്ചു. അവരിപ്പോഴും ഡിറ്റൻഷനിലാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ. അപ്പോൾ ഇങ്ങനെ ഇവർ കളിക്കുന്നത്. ഈ പൈസ ഇവിടുന്ന് ഒന്നാമത് ഇപ്പോൾ ഈ മണി ട്രീയിൽ കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമാണ്. എങ്ങനെയാണ് കൈക്കൂലി കൊടുക്കുന്നത്? ഞാൻ സുനിലിനൊരു കോൺട്രാക്റ്റ് തരുന്നു, അതിൻ്റെ കൈക്കൂലി സുനിൽ എനിക്കല്ല തരുന്നത്. സുനിലിൻ്റെ ഓവർസീസ് അക്കൗണ്ട് വഴി എൻ്റെ അമേരിക്കയിലുള്ളൊരു ഫ്രണ്ടിന് കൊടുക്കുന്നു. അവനത് കാനഡയിലേക്ക് അയക്കുന്നു. അവനവിടെ നിന്ന് മക്കാവു ഐലൻഡിൽ അയക്കുന്നു. ഞാൻ മക്കാവിലേക്ക് ഒരു ടിക്കറ്റ് എടുക്കുന്നു. മക്കാവിൽ പോയി എൻജോയ് ചെയ്യുന്നു. എപ്പോഴൊക്കെ എനിക്ക് വേണോ അവിടെ പോയിട്ട് അവിടെ എല്ലാം ഉണ്ട്, മദ്യം, പെണ്ണ്, അത് ഇതൊക്കെ ഉണ്ട്. ഞാൻ തിരിച്ചു വരുന്നു. എൻ്റെ പൈസയാണ് ഈ ഞാൻ എൻജോയ് ചെയ്യുന്നത്. പക്ഷേ അത് ഇന്ത്യയിലല്ല ഞാൻ ചെയ്യുന്നത്, പുറത്താണ്. പിന്നെയും ബാക്കി കാശ് കിടക്കുന്നു, കോടിക്കണക്കിന് രൂപ കിടക്കുന്നു. അത് ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് അവർ ഈ പറഞ്ഞ പോലെ കുഴൽക്കിണറുണ്ടാക്കി പാവങ്ങൾക്ക് സ്ലേറ്റും പെൻസിലും മേടിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് കുറേ കാശ്, ആ കാശ് വെള്ളപ്പണമായിട്ട് എൻ്റെ അക്കൗണ്ടിൽ വരുന്നു. അത് ഞാൻ തിരഞ്ഞെടുപ്പിന് പോയി. ഇതാണ് ഈ ED പലപ്പോഴും വിഷമിക്കുന്നത്. മണി ട്രെയിൽ എവിടെ എന്ന് ആൾക്കാർ ചോദിക്കുമ്പോൾ
മണി ട്രെയിൽ കാണിക്കാൻ പ്രയാസമാണ്. കാരണം പണ്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈക്കൂലി കൊടുക്കുന്നത് ആ ഒരു കാറിൽ ചാക്കിൽ പണം കിട്ടും. നമ്മുടെ ഇയാൾ പറഞ്ഞില്ലേ ശക്തിധരൻ, പായിൽ പൊതിഞ്ഞ് 25 ലക്ഷമോ 25 കോടിയോ മറ്റോ കൊണ്ടുപോയി. കൈതോലപ്പായ. പണ്ടൊക്കെ ഇത് കൈതോലപ്പായയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ പായയൊന്നും വേണ്ട. ഫിസിക്കലി പണം കൈമാറുന്നില്ല. ഫിസിക്കലി നോട്ട് കൈമാറുന്നില്ല. നോട്ട് വെച്ച് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അത് പുറത്തു പോയി ചെയ്യുക. എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യണോ അതെല്ലാം ചെയ്യുക. ഇന്ത്യക്കകത്ത് ചെയ്യാൻ വേറെ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ട് അതുവഴി ചെയ്യുക. ഈ ആപ്പിൻ്റെ കാര്യത്തിൽ പറയുന്നൊരു കാര്യം, ഡൽഹി മദ്യനയത്തിൽ 100 കോടി രൂപ കിട്ടിയത് ഗോവയിലെ തെരഞ്ഞെടുപ്പിന് വേണ്ടി വിനിയോഗിച്ചു എന്നാണ്. അപ്പോൾ ഇത് കെജ്രിവാൾ സ്വന്തം കാര്യത്തിലൊന്നും എടുത്തില്ലല്ലോ. പാർട്ടി പ്രവർത്തനത്തിന് പൈസ വേണം, അതിനുവേണ്ടി പൈസ ഉപയോഗിച്ചാൽ എന്താ തെറ്റ്? അല്ല, അതിൽ തെറ്റുണ്ട്. കാരണം ഈ ഇ ഡിക്ക് 2 PMLA ആക്ടിൽ 2 സെക്ഷനുണ്ട്. ഒന്ന് പ്രെഡിക്കേറ്റ് ഒഫൻസ്, അതായത് സുനിൽ ഒരാളുടെ പോക്കറ്റ് അടിച്ച് 1000 രൂപ എടുത്തിരിക്കുന്നു. അതാണ് പ്രെഡിക്കേറ്റ് ഒഫൻസ്. പോക്കറ്റ് അടി ഒരു കുറ്റമാണ്. ആ കുറ്റത്തിൽ നിന്നുണ്ടായതാണ് ഈ 1000 രൂപ. ആ 1000 രൂപ ഈ തെരഞ്ഞെടുപ്പ് ചെലവിന് ഉപയോഗിച്ചു എന്ന് വയ്ക്കുക. അതാണ് കള്ളപ്പണം വെളുപ്പിക്കുക. 1000 രൂപ തട്ടിയെടുത്തു എന്നുള്ള കുറ്റം അത് പിന്നെ കള്ളപ്പണമായി. അപ്പോൾ ആ കള്ളപ്പണം വെളുപ്പിക്കാനാണ് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നത്. എന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റും കൊടുക്കുന്നു ഇലക്ഷൻ കമ്മീഷന്, 1000 രൂപ ഞാൻ ചിലവാക്കിയെന്ന്. അപ്പോൾ അത് വെളുത്തു. ഇതാണ് കള്ളപ്പണം വെളുപ്പിക്കൽ. അപ്പോൾ അതുകൊണ്ട് ഇയാൾ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചു ശരി, സ്വർണം മേടിക്കാനോ പറമ്പ് വാങ്ങാനോ അല്ലെങ്കിൽ വല്ലവരുടെയും കല്യാണം നടത്താനോ ഉപയോഗിച്ചാൽ പോലും അത് വെളുപ്പിക്കലാണ്. അപ്പോൾ ഇ ഡിക്ക് പ്രെഡിക്കേറ്റ് ഒഫൻസുമായി ഈ വെളുപ്പിക്കുക എന്നുള്ള ഇതുമായി മണി ലോണ്ടറിങ്. അല്ല, ഈ കെജ്രിവാളിനെ വെളുപ്പിക്കാൻ നടക്കുന്ന ചില ആളുകളുടെ തിയറിയാണിത്. ബിക്കോസ് ദേ ഡോണ്ട് നോ ലോ. കരുവന്നൂരിൽ ഇ ഡി ഇടപെടുന്നത് എങ്ങനെയാണ്? കരുവന്നൂരിൽ ഇവർ കമ്പ്യൂട്ടറിൽ കൃത്രിമം കാണിച്ചിട്ട് കള്ള ഡോക്യുമെൻറ്റ്സൊക്കെ വെച്ചിട്ട് ലോൺ എടുക്കുന്നു. ആ ലോൺ അങ്ങനെ ഒരാളില്ല, പക്ഷേ ഇല്ലാത്ത ആളിൻ്റെ പേരിൽ ഒരു ലോൺ എടുക്കുന്നു. ക്രൈം നമ്പർ 1 പ്രെഡിക്കേറ്റ് ഒഫൻസ് അതാണ്. ഇല്ലാത്ത ആളിൻ്റെ പേരിൽ ലോൺ എടുത്തു. ആ എടുത്ത തുക പിന്നീട് പല രീതിയിൽ ഇവർ ഉപയോഗിക്കുന്നു. അതാണ് മണി ലോണ്ടറിങ്. അങ്ങനെയാണ് കരുവന്നൂരിൽ ഇ ഡിക്ക് ഒരു സ്കോപ്പ് ഉണ്ടാകും. ഇടപെടാനൊരു കാരണം വേണ്ടേ? ഇതാണ് സംഭവം. തൃശ്ശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിൽ ചെന്ന് കൊടകര 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നത് കേൾക്കാം. ഈ കൊടകര എന്ന് പറഞ്ഞ് BJP-ക്കാരെ വിരട്ടുന്നത് 99% BJP-ക്കാരും വരണ്ടു പോകുന്നതും ഈ സാധനം അറിഞ്ഞുകൂടാനായിട്ടാണ്. പ്രെഡിക്കേറ്റ് ഒഫൻസ് എന്താണ്, സബ്സീക്വൻറ്റ് മണി ലോണ്ടറിങ് എന്താണ് എന്നൊന്നും അറിയാനായിട്ടാണ്. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഞാൻ സുരേന്ദ്രനെ ആ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യും. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തു. ദാറ്റ് ഡസൻ മീൻ ദാറ്റ് ഐ സപ്പോർട്ട് ദാറ്റ് ഇൻഡിവിജ്വൽ മുൻപിൽ നോക്കാതെ ചെയ്യുന്നു. ഈ കേസിൽ അങ്ങനെ ഒരു കേസില്ല. ദർ ഈസ് നോ പ്രെഡിക്കേറ്റ് ഒഫൻസ് ആൻഡ് നോ മണി ലോണ്ടറിങ്. ദെൻ വാട്ട് ഈസ് ദാറ്റ് യു ആർ ഗോയിങ് ടു എൻക്വയറി? എന്ത് കേസാണെന്നാണ് പറയുന്നത്? ഏതായാലും 2 ദിവസം കഴിയുമ്പോൾ കെജ്രിവാളിൻ്റെ ഭാവി ഏതാണ്ട് അറിയാം. ഇല്ല, അതൊരു ഒരാഴ്ച കൂടെ. കേജ്രിവാളിൻ്റെ ഭാവി ഇപ്പം എനിക്ക് അത്ഭുതം എന്താണെന്നറിയാമോ? കേജ്രിവാൾ ജയിലിൽ നിന്ന് നിർദ്ദേശം കൊടുത്തു. ഏത് ജയിലിൽ നിന്ന്? ഹീ ഈസ് നോട്ട് ഇൻ ജയിൽ. അതെ, അയാൾ ഇ ഡിയുടെ കസ്റ്റഡിയിലാണ്. ഇ ഡി കസ്റ്റഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആലുവ പോലീസ് ക്ലബ്ബ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ അവർക്ക് അവരുടെ സ്ഥലമുണ്ട്. കസ്റ്റഡിയിൽ വാങ്ങുന്ന ആൾക്കാരെ താമസിപ്പിക്കാൻ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കും, AC-യോ സംഗതിയോ ഒക്കെ കൊടുക്കും. അല്ലാതെ അവരെ ഫിസിക്കലി ഉപദ്രവിക്കുകയല്ല. അവരെ കൊണ്ട് ഈ ഡോക്യുമെൻറ്റ്സ് പരിശോധിപ്പിച്ച് സർട്ടിഫൈ ചെയ്യുക. കവിതയും കൂടെ ഇരുത്തി ചോദിക്കുക. കവിതയോട് ചുമ്മാ ചോദിക്കുന്നു, നിങ്ങൾ എന്നാണ് ഏറ്റവും അവസാനം കേജ്രിവാളിനെ കണ്ടത് എന്ന് ചോദിക്കുക. അവർ പറയും, ഞാൻ കേജ്രിവാളിനെ കണ്ടിട്ടേ ഇല്ല. കേജ്രിവാളിനോട് ചോദിക്കും, നിങ്ങളല്ലേ പറഞ്ഞു കഴിഞ്ഞ മാസം 13-ാം തീയതി കണ്ടു എന്ന്? അപ്പോൾ കേജ്രിവാൾ കുടുങ്ങി, കവിതയും കുടുങ്ങി. ഇതാണ് കൂട്ടിച്ചോദിക്കുന്ന ഏർപ്പാട്. കാരണം ഇവരുടെ കയ്യിൽ ഈ ഇൻഫർമേഷൻ എല്ലാം ഉണ്ട്. അത് ഭംഗിയായിട്ട് നമ്മുടെ ദൃശ്യം സിനിമയിൽ വരുന്നുണ്ട്. കേജ്രിവാൾ ഈസ് അണ്ടർഗോയിങ് ദിസ് എക്സാമിനേഷൻ. കേജ്രിവാൾ ജയിലിൽ നിന്ന് നിർദ്ദേശം കൊടുത്തു. പച്ചക്കള്ളമാണ്. കേജ്രിവാൾ ഈസ് സോ പെറ്റി എ തീഫ് സംടൈംസ്. അയാൾ ലെറ്റർ ഹെഡിൽ കുറേ കത്തുകൾ ഇങ്ങനെ തയ്യാറാക്കി വയ്ക്കും. വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കാനുള്ളത്, ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കാനുള്ളത്, പൊതുവേ ജനങ്ങൾക്ക് കൊടുക്കാനുള്ളതൊക്കെ. എന്നിട്ട് നേരത്തെ തന്നെ ഇത് അതിഷിയുടെ കയ്യിലോ ഇന്നല്ലെങ്കിൽ നാളെ ഞാനകത്താകും. അപ്പോൾ ഉണ്ടല്ലോ ഇതിൽ ഡേറ്റ്, അപ്രോപ്രിയേറ്റ് ഡേറ്റ് ഇട്ടിട്ട് ഈ സാധനം റിലീസ് ചെയ്തോളണം, ഞാൻ അവിടെ നിന്ന് തന്നതാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ കേജ്രിവാളിന് ഒരു അബദ്ധം പറ്റി. ഇയാൾ വിചാരിച്ച് ഇയാളെ ജയിലിൽ കൊണ്ടുപോകുന്നതാണ്. ഈ കസ്റ്റഡി എന്നുള്ളത് ആൾക്കാർ വിട്ടുപോകും. മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരില്ല കസ്റ്റഡി. ഫസ്റ്റ് നടക്കുന്നത് ഇവർ കസ്റ്റഡിയിൽ വാങ്ങും.
അത് കഴിഞ്ഞിട്ട് ജുഡീഷ്യൽ കസ്റ്റഡിയാണ് ജയിൽ. മറ്റത് EDയുടെ കസ്റ്റഡി അല്ലെങ്കിൽ പോലീസിൻ്റെ കസ്റ്റഡി. ഇത് തമ്മിലുള്ള വ്യത്യാസം പൊതുജനങ്ങൾക്ക് അറിയില്ല. ഇത് ഓവർലുക്ക് ചെയ്തു കേജ്രിവാളും അയാളുടെ ആൾക്കാരും. എന്നിട്ട് കേജ്രിവാൾ ജയിലിൽ നിന്ന് ഭരിക്കുന്നു, ജയിലിൽ എത്തിയിട്ട് വേണ്ട അവിടെ നിന്ന് ഭരിക്കാൻ. ഇപ്പോൾ ഈ 4-3-7 പേര് ഡൽഹി കിടന്ന് ബഹളം വയ്ക്കുന്നതാണ് നമ്മൾ TV കാണുന്നത്. ഡൽഹി അല്ലെങ്കിൽ തന്നെ നോക്കിയോ, ഡൽഹിയിൽ ഒരു ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാൽ ഇൻ്റർനാഷണൽ വാർത്തയാണ്. ഡൽഹി ആയതുകൊണ്ട് 2 പേര് മരിക്കുകയും ചെയ്യും. ഇവിടെ 2 ബസ്സും 3 ബസ്സും കൂട്ടിയിടിച്ച് പിന്നെ തോട്ടിലും വീണ് തലകുത്തി മറിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ പോലും വാർത്തയാവില്ല. കാരണം കേരളത്തിൻ്റെ ഒരു മൂലയിൽ ബസ് ആര് നോക്കുന്നു? കേരളത്തിൻ്റെ വാർത്ത നാഷണൽ ലെവലിൽ വരണമെങ്കിൽ കുറഞ്ഞ ഒരു 30 പേരെങ്കിലും മരിക്കണം വേണ്ടേ? അവിടെ പക്ഷേ ഒരാളുടെ കാലൊടിഞ്ഞു കഴിഞ്ഞാൽ വാർത്തയാണ്. അതാണ് ഈ ഡൽഹി തെരുവിൽ 15 ആപ്പുകാരേ ഉള്ളൂ, 150 പോലീസുകാർ. അവർ തമ്മിലുള്ള ഉന്തും തള്ളുമാണ്. ഏഷ്യാനെറ്റൊക്കെ വലിയ മാധ്യമങ്ങളുടെ കേജ്രിവാളിനുള്ള സ്നേഹമുണ്ടല്ലോ. അതുകൂടാതെ പ്രധാനമന്ത്രിയുടെ വസതി വളയും ആപ്പ്. ഈ പ്രധാനമന്ത്രിയുടെ വസതി ഇങ്ങനെ വട്ടത്തിലാണ് ഇരിക്കുന്നത്, വളയാനായിട്ട് ഇവരെന്തെറ്റി എനിക്ക് മനസ്സിലാവില്ല. ആ നമ്പർ കല്യാൺ മാർഗിലേക്ക് പോകാൻ പറ്റില്ല സാധാരണ ദിവസം. യു ജസ്റ്റ് കനോട്ട് എൻറ്റർ ദാറ്റ് പ്ലേസ്. That is the level of security. Not because of these hooligans. Because he has international threat, പ്രധാനമന്ത്രിയുടെ. ഇപ്പം ചൈനയും നമ്മളും തമ്മിൽ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നടക്കുന്ന വാഗ്വാദം ശ്രദ്ധിച്ചിട്ടുണ്ടോ അരുണാചൽ പ്രദേശിനെ പറ്റി? 2-3 ആഴ്ചയായിട്ട് തുടരുകയാണ്. അതിപ്പോൾ ഡോക്ടർ ജയശങ്കർ, നമ്മുടെ വിദേശകാര്യമന്ത്രി, പറഞ്ഞത് ജുഡിക്രസ് എന്നാണ് അവരുടെ ക്ലെയിമിനെ പറ്റി. അരുണാചൽ പ്രദേശ് ഞങ്ങളുടെയാണ്, അത് ഈ സ്ഥലം ഞങ്ങളുടെയാണ്, നീ വെറുതെ വാചകം അടിക്കേണ്ട എന്നുള്ള മെസ്സേജാണ് കഴിഞ്ഞ മാർച്ച് 9 നരേന്ദ്രമോദി അവിടെ പോയിട്ട് റാലി നടത്തി അരുണാചൽ പ്രദേശിൽ. തൻ്റെ ഇടം ഉള്ളവൻ പാടാന്ന് പറഞ്ഞിട്ട് ചൈന ഞെട്ടിപ്പോയി. ചൈന ഇപ്പോഴും കിടന്ന് വാചകടിക്കുകയാണ്, ഞങ്ങളുടെയാണ്. അതിൻ്റെ പേര് ഇന്ത്യക്കാർ മാറ്റി, ഇന്ത്യക്കാർ അന്യായമായിട്ട് കൈവശം വെച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സെക്യൂരിറ്റിയാണ് ഈ പ്രധാനമന്ത്രിക്ക് കൊടുക്കുന്നത്. അല്ലാതെ ഈ അതിഷി എന്ന് പറഞ്ഞിട്ട് ആ പെങ്കൊച്ചു വന്ന് പ്രധാനമന്ത്രിയെ തല്ലുമെന്ന് വിചാരിച്ചിട്ടാണോ? നോ, ഹീ ഹാസ് ബിഗർ ഡിസൈൻസ്. ഈ ശല്യമൊക്കെ ഈ ജന്തർ മന്ദറിൽ കിടന്ന് തീരും, അല്ലാതെ ഒന്നും സംഭവിക്കാനില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.